മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. പോലീസ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറിയാണ്, വലിയ സെക്യൂരിറ്റി സംവിധാനം ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാനത് അനുവദിക്കില്ല. അത് വേണ്ട. അല്ല, അത് നമുക്ക് നോക്കാം. അവിടെയുള്ള എന്തായാലും ഞാൻ പുതിയ കാറൊന്നും മേടിക്കില്ല. അതിനുള്ള സാമ്പത്തിക ഖജനാവി പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഇതിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു റോങ് മെസ്സേജ്. ഞാനങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോകും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. തൽക്കാലത്തേക്ക് കേരളത്തിലെ ഖജനാവിലെ ഈ അവസ്ഥ മാറ്റിയെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഉള്ള സംവിധാനം വെച്ച് അങ്ങ് പോകും. അത് മതിയെന്നേ. മീഡിയനോട് പടങ്ങരുത്. ഒരു ചോദ്യം കൂടി. വർഗീയ ശക്തികൾ വലിയ രീതിയിൽ ഈ ഒരു വിജയത്തിനെതിരെ പറയുന്നു. വ്യക്തിപരമായും അല്ലാതെയൊക്കെ നമുക്ക് ഒരു യുവജനതയ്ക്ക് വലിയ രീതിയിലുള്ള അമർഷവും വല്ലാത്തൊരു അസഹിഷ്ണുത ഇതിനോട് ഈ ഒരു രീതിയോട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. മുൻപൊരിക്കലിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇവരുടെയൊക്കെ തിണ്ണ നിരങ്ങാൻ പോവില്ല എന്ന് പറഞ്ഞതും നമ്മുടെ ഒരു പ്രതികരണത്തിലാണ്. ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? ഇത് ആ പ്രതികരണങ്ങളായിരുന്നല്ലോ നമ്മുടെ എതിരാളികൾ. CPM ആണെങ്കിൽ, LDF ആണെങ്കിലും BJP ആണെങ്കിലും നമുക്കെതിരായി ഉന്നയിച്ച്, എനിക്കെതിരായിട്ട് UDF-നെതിരായി, കോൺഗ്രസ്-എതിരായിട്ട് ഉന്നയിച്ച ആരോപണങ്ങളല്ലേ. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ കേരളം ഈ രാജ്യത്തോട് മുഴുവൻ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്ന മലയാളിയുടെ സുദൃഢമായ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിലൊരു പോറൽ പോലെ ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല. ഒരു വിദ്വേഷ പ്രസംഗവും അനുവദിക്കില്ല. അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ സൗഹാർദ്ദമായി ജീവിക്കേണ്ട ഒരു കേരളം നമ്മൾ ചെയ്യും. ആരത് വന്നാലും ഇലക്ഷൻ കാലത്ത് എതിർത്ത് പിന്നെയാണ് ഇനിയിപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നത്. ആ സമയത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ പീക്കിൽ നിന്നു എല്ലാവരും സർവേ നടത്തിയിട്ട് ഒപ്പത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞില്ലേ. ഒപ്പത്തിനൊപ്പമാണെന്ന് പറഞ്ഞ സമയത്ത് കോംപ്രമൈസ് ചെയ്താ അപ്പൊ കോംപ്രമൈസ്. കാരണം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഇത് മതേതര കേരളമാണ്. അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയുണ്ട്, കുഞ്ഞുങ്ങൾ ജീവിക്കാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ സ്വപ്നമുണ്ട്. ഞങ്ങൾക്ക് ജനമനസ്സറിയാം. അത് ഞങ്ങൾ പ്രൂവ് ചെയ്തില്ലേ. ഈ നോ കോംപ്രമൈസ് നിലപാട് ഇന്നും തുടരാൻ കഴിയട്ടെ. താങ്ക് യു.